ഈ സവാള അരിഞ്ഞ് വെക്കുന്നതേ ഇന്നലെ തോരൻ വെച്ചില്ലേ, തോരൻ വെച്ചതിൻ്റെ ബാലൻസ് കുറച്ച് മഷ്റൂമും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. അതങ്ങ് റോസ്റ്റും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഡ്രൈ റോസ്റ്റാണ് ഉദ്ദേശിച്ചതെങ്കിലും അവസാനം അതൊരു ഒഴിച്ചുകറിയായി. അപ്പോൾ പാൻ ചൂടാക്കി ഗരം മസാലയ്ക്കുള്ള മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയുമാണ് റോസ്റ്റിന് വേണ്ടത്. പിന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തത് മിക്സിക്കകത്തിട്ട് കറക്കിയ ആ ഒരു പൗഡറും. പാൻ ചൂടാക്കി എണ്ണ ചൂടായി വന്നപ്പോഴേക്കും സവാള ഇട്ടു. സവാളയുടെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. പക്ഷെ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പച്ചമുളക് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേ പച്ചമുളകിന് ഭയങ്കര എരിവായിരുന്നേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതച്ചിട്ടിട്ട് പച്ചമുളക് ഞാൻ എടുത്തതിൻ്റെ പകുതി കഷ്ണമാണ് ഞാൻ അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിലിട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ട് അതും കൂടെ ഇട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാള കുറച്ചൊന്ന് വഴന്ന് വന്നപ്പോഴേക്കും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പൗഡറില്ലേ, അതും കൂടെ ആഡ് ചെയ്തു. അതും കൂടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൊരിയുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ അതും കൂടെ ഇട്ടു. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നപ്പോഴേക്കും തക്കാളി ചേർത്തു. സാധാരണ ഞാനിവിടെ സവാളയും തക്കാളിയും ഒന്നിച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പിടാൻ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴാണ് ഉപ്പിട്ടത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നതിൻ്റെ ഒരു കുഞ്ഞ് കറിവേപ്പില ഞാൻ എടുത്ത് ഒന്ന് കഷ്ണമാക്കിയിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളക്കി വന്നപ്പോഴേക്കും കൂണും കൂടെ ചേർത്ത്. കൂണിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. പിഴിഞ്ഞ് വെച്ച കൂണാണ്, എന്നാലും നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ മേളിൽ ഒന്നിട്ടു. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദേ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഇവിടെ ഡ്രൈ റോസ്റ്റ് ഒന്നും വേണ്ട, ഒഴിച്ചു കറിയായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൂൺ റോസ്റ്റ് റെഡിയാക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ